Today, let's talk about the art of slowing down. അതായത് ഇറ്റ്സ് വെരി എസെൻഷ്യൽ ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. കാരണം ഇന്നത്തെ ഒരു ടൈമില് വി ഓൾ ആർ ബിസി. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മുടെ പല 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 കാര്യങ്ങളുടെ പിന്നാലെ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളുടെ പിന്നാലെ ആയിരിക്കാം. ലൈക്ക് നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക ലൈഫിൽ, അല്ലെ, എവിടെയെങ്കിലൊക്കെ എത്താനായിട്ടും പലതിന്റെ പിന്നാലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഫോർ സം ടൈംസ്. ബിക്കോസ് ഞാനൊക്കെ എന്റെ ചില ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ടൈമില്, അതായത് അയ്യോ എനിക്ക് എല്ലാം കൂടി എനിക്ക് പ്രാന്താവണോന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഞാൻ ഒരു ടൈമിലൊക്കെ എല്ലാം മാറ്റി വെച്ച് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്നത്ര സ്ലോ ആയിട്ട് കാമറായിട്ട് ഞാൻ അങ്ങനെ ഒരു 3-4 days ഞാൻ അങ്ങനെ ചെയ്തപ്പോ എന്റെ മൈൻഡ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. ആ ഒരു ടോട്ടലി എന്താ പറയാ, വയറ് പിണഞ്ഞു കിടക്കണ ആ ഒരു ഇതിൽ നിന്ന് ഐ ഫെൽ ലിറ്റിൽ ബിറ്റ് എല്ലാം ലൈഫിൽ ഓക്കെ ആയിരുന്നല്ല, ബട്ട് അതിലുപരി ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ പ്രോബ്ലം ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പോലും മൈൻഡ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. ആൻഡ് അങ്ങനെ ആയ സമയത്ത് എനിക്ക് അതിലോട്ടുള്ള സൊല്യൂഷനും അതിലോട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈ ഒരു മൊത്തം വയറ് പിണഞ്ഞു കിടക്കണ പോലുള്ള ആ ഒരു മൈൻഡിൽ നിന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയ പല കാര്യങ്ങളും വെൻ ഐ റിലാക്സ്ഡ് മൈ മൈൻഡ്, എന്റെ മൈൻഡ് കുറച്ച് പീസ്ഫുൾ ആയ സമയത്ത് എനിക്ക് കുറച്ച് ക്ലിയർ ആയിട്ട്, എനിക്ക് ബെറ്റർ ആയിട്ട് അതിന്റെ സൊല്യൂഷൻ ആയിക്കോട്ടെ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മൾ സ്ലോ ഡൗൺ ആവണേനുള്ള ഒരു ഗുണത. ഇറ്റ് റെഗുലേറ്റ് അവർ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി, റീവയർ അവർ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി. ഈ സ്ലോ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വേറെ ഒന്നും ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ രാവിലെ ചിലപ്പോൾ ബ്രഷ് ചെയ്ത് ലൈക്ക് അത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ ചിലപ്പോൾ ഒരു 2 minute ബ്രഷ് ചെയ്യുന്ന കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗീവ് ഇറ്റ് 5 minutes മെല്ലെ. ആഫ്റ്റർ ദാറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഇരിക്കുക, ലൈക്ക് മെല്ലെ. നമ്മൾ അവിടെ ഒരു ടൈമേ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഒരു ഷവർ എടുക്കാൻ പോവാണെങ്കിൽ അതും ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്താ പറയാ 0.5 എക്സ്ട്രാ ഇങ്ങനെ പോകണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് സ്ലോ ആയിട്ട്, നമുക്ക് എവിടെയും പോവാനില്ല ഒരു ധൃതി, ലൈക്ക് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവും, വർക്ക് ഉണ്ടാവും, ബട്ട് ഇതിനൊരു 2 minute എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് കുറച്ച് സ്ലോവർ ആയിട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഫുഡ് കഴിക്കാൻ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, എന്ത് കണ്ടിട്ട് കഴിക്കാൻ ആയിക്കോട്ടെ, ബട്ട് മെല്ലെ അത് എക്സ്പീരിയൻസ് ചെയ്യുക ആ ഫുഡ്. ലൈക്ക് ആഫ്റ്റർ ദാറ്റ് ഒരു ചായ കുടിക്കുന്നതായിക്കോട്ടെ, ഒന്നിരുന്ന് സിപ്പ് ചെയ്ത് കുടിക്കുക. ഇപ്പൊ കുറച്ചു നേരം ഇരുന്ന് ഫാമിലിയോട് സംസാരിക്കുക, ഒരു എനിക്കത് കഴിഞ്ഞിട്ട് പണി, ഓക്കെ അത് ഉണ്ടാവും, ബട്ട് ആ ഒരു ടൈം അവരോട് ഇരിക്കുന്ന ടൈം അവർക്ക് കൊടുക്കുക, ലൈക്ക് സംസാരിക്കുക. ഇനി അതെല്ലാം ഒരു ബുക്ക് വായിക്കുകയാണ്, കാമറായിട്ട് വായിക്കുക, എഴുതുകയാണ്, മെല്ലെ എഴുതുക, വർക്ക് ചെയ്യാണ്, ഓക്കെ വീഡിയോ എടുക്കാനുണ്ട് എടുക്കാം, ഓക്കെ എടുത്തു. ലൈക്ക് ഇത് ഞാൻ എപ്പോഴും നമുക്ക് ഇതേപോലെ പോകാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മെന്റലി അത്രയും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടോട്ടലി എന്താ പറയാ പ്രാന്താവണം എന്നൊക്കെ, അങ്ങനത്തെ ഒരു ടൈമൊക്കെ പലപ്പോഴും ലൈഫിൽ വരാറില്ലേ. ആ ഒരു ടൈമിലൊക്കെ ഒരു 2-3 ദിവസത്തിനെങ്കിലും ട്രൈ ദിസ്. യു വിൽ ഫീൽ മോർ റിലാക്സ്ഡ്, യു വിൽ ഫീൽ സോ പീസ്ഫുൾ, സോ കാംഫുൾ. ലിറ്ററലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ദിസ് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ. അപ്പൊ ഈ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ പറയും എനിക്ക് സ്ലോ ഡൗൺ ടൈം ഒന്നും ഇല്ല, എനിക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഞാൻ ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ. സത്യം പറയട്ടെ, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴേക്കും എന്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകലും ഒരിക്കലും അല്ല. നിങ്ങൾ സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാളും ലെവലിൽ ഗ്രോ ആണ് ചെയ്യുക. കാരണം നമ്മൾ സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി സ്ലോ ഡൗൺ ആവും, നമ്മുടെ ബോഡി സ്ലോ ഡൗൺ ആവുകയാണ്. ടോട്ടലി വി വിൽ കം ഇൻ എ കാമർ സ്റ്റേറ്റ്. അവിടെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ റഷ് അടിച്ച് അത് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫോർ ഷുവർ. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ തിളച്ച്, അതായത് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ വെപ്രാളം കൂടുതലാണ് എനിക്ക്. ഞാൻ റഷ് അടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും മെന്റലി എക്സോസ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ലോ ഡൗൺ ആയി പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഫ്യൂ ഡേയ്സ് ഐ ട്രൈ ടു സ്ലോ ഡൗൺ മൈ സെൽഫ്, ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അഗെയിൻ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും, കുറച്ചൊരു പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും, എനിക്ക് ചെയ്യുന്ന കാര്യം കുറച്ചൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റലുണ്ട്. അപ്പോ ട്രൈ ഇറ്റ് ഔട്ട്, ബിക്കോസ് സംടൈംസ് ഇറ്റ്സ് വെരി നെസസറി ടു സ്ലോ ഡൗൺ ദ പ്രോസസ്. കാരണം നമ്മൾ ഓടി 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 നമുക്ക് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷൻ ഒക്കെ ചില സമയത്ത് വരില്ലേ. അങ്ങനത്തെ സമയത്തൊക്കെ 2-3 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ വിചാരിക്കും ഇത് എന്താ അവള് പറയണ, ഈ എന്ത് പ്രാന്താ പറയണത്, ഇതിലിപ്പോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ഒരു 2-3 ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് എ ഡിഫറൻസ്. ഒരു 3 ദിവസം മുന്നുണ്ടായിരുന്ന നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇമോഷൻസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ആഫ്റ്റർ 3 days നിങ്ങൾക്ക് ഉണ്ടാവുക. ഐ ഗ്യാരണ്ടി ദാറ്റ്. ഐ പേഴ്സണലി എക്സ്പീരിയൻസ് ദാറ്റ് തിങ്.
I know that's a very short video, but yeah, try it out.